നമസ്കാരം. ഈ ശബരിമല കഴിഞ്ഞ കുറേ കാലമായിട്ട് സംഘികളുടെ ഒരു കച്ചവട ഉൽപ്പന്നമാണ്. അത് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തരാം. കാര്യം നമ്മൾ പല കാര്യങ്ങളും വാക്കുകൊണ്ട് പറയുന്നതിനപ്പുറം ചില ഉദാഹരണങ്ങൾ കാട്ടിത്തരുന്നതാണല്ലോ എല്ലാവർക്കും പെട്ടെന്ന് അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴാരാണ് ദേവസ്വം പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത്? മുൻ IAS കാരനും കേരളത്തിൽ തന്നെ വലിയ സ്വീകാരനായിട്ടുള്ള മുൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന K ജയകുമാറിനെയാണ്. അതിൽ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിൽ, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എടുത്തു മാറ്റാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമനം നടത്തേണ്ട കാര്യമേ ഇല്ല. ആ ഒരു നിയമനം നടത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം BJP നേതാവായിട്ടുള്ള V മുരളീധരൻ പറഞ്ഞിട്ടൊരു കാര്യം അതിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ശബരിമല എന്തുകൊണ്ടാണ് സംഘികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ കേന്ദ്രമല്ല, ഭക്തി കേന്ദ്രമാണ്, കച്ചവട കേന്ദ്രമാണ്, രാഷ്ട്രീയ കേന്ദ്രമാണ്, അവർക്ക് രാഷ്ട്രീയം വളർത്താനുള്ള സുവർണാവസരമുള്ള ഇടമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ ആദ്യം V മുരളീധരൻ കഴിഞ്ഞ ദിവസം ശബരിമലയെക്കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടെ. ഹിന്ദു വിശ്വാസങ്ങളോട് ഐത്തമുള്ള CPM എന്തിനാണ് ദേവസ്വം ബോർഡുകളിൽ പാർട്ടി പ്രതിനിധികളെ വെക്കുന്നത്? CPM-നൊന്ന്, CPI-ക്കൊന്ന്, ഇങ്ങനെയൊക്കെ വീതം വെക്കുന്നത് എന്തിനാണ്? അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ക്ഷേത്ര വിശ്വാസങ്ങളോട് പുച്ഛമാണെങ്കിലും ക്ഷേത്ര മുതലിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല താല്പര്യമാണ് എന്നാണ്. ക്ഷേത്ര മുതൽ മോഷ്ടിക്കാൻ അതിനുവേണ്ടിയാണ് അവിശ്വാസികളായിട്ടുള്ള CPM-കാർ ദേവസ്വം ബോർഡിൽ കയറിക്കൂടുന്നത് എന്ന് ഇപ്പം നമുക്കെല്ലാവർക്കും മനസ്സിലായി. അയ്യപ്പൻ എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, മുഖ്യമന്ത്രി പിണറായി വിജയനോ മറ്റാരെങ്കിലും ഇതുവരെ ശബരിമലയിൽ പോയി ഇതിൻ്റെ സ്വർണ്ണമോ സമ്പത്തോ ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് അവിടെ ഈ കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും 2 വർഷം 3 വർഷം കൂടുമ്പോൾ നിയമിക്കുക എന്നുള്ളത്. ആ പ്രക്രിയ നടത്തുന്നുണ്ട്. ആ പ്രക്രിയ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ യഥാർത്ഥ സ്വർണം കട്ടുകൊണ്ടു പോകുന്ന കള്ളന്മാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് സംഘികൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നതാണ് അവിടുത്തെ പണമെടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട്, ഹിന്ദുവിൻ്റെ പണം എന്നുള്ള നിലയ്ക്ക്. ഇനി ജയകുമാർ എന്നുള്ള വ്യക്തി അവിടെ പോയതിനു ശേഷം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് എന്ന മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖമാണ്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കേരളം ചെവി തുറന്ന് കേൾക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. സംഘികൾ വീടാന്തരം, ഒപ്പം തന്നെ കോൺഗ്രസ്സുകാരും ചൂട്ടുപിടിച്ചുകൊണ്ട് 2 പേരും ചേർന്ന് ശബരിമലയെ കുളം കലക്കി അവർക്ക് ചില ആനുകൂല്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശബരിമല കേന്ദ്രീകരിച്ച് നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നുണ്ട്. ചിന്തിക്കുക, വിശ്വാസികളായിട്ടുള്ളവരാണ് ഈ നുണ പറയുന്നത്. ഒന്നുകില്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവമല്ലേ, അദ്ദേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ പെരും നുണ പറയാമോ? അങ്ങനെ പെരും നുണ പറയുന്നുണ്ടെങ്കിൽ അവർക്കതിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ജയകുമാർ, കാര്യം ഒരു രാഷ്ട്രീയക്കാരനല്ലല്ലോ, അദ്ദേഹം ഒരു മുൻ IAS ഉദ്യോഗസ്ഥനാണ്, കേരളത്തിലെ ഏറ്റവും ആദരണീയനായിട്ടുള്ള വ്യക്തിത്വമാണ്, ഒന്ന് കേട്ടെ. അതായത് ഈ ക്ഷേത്രങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കേരള ദേവസ്വം ബോർഡ് എന്ന് പറയാത്തത്? തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ഈ ക്ഷേത്രങ്ങളുടെ മുഴുവൻ അധികാരി. അപ്പോൾ ഭരണം മാറിയപ്പോൾ ഒരു കവനൻറ്റ് എഴുതി ഒപ്പിട്ടിട്ടാണ് ഈ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ, എക്സെപ്റ്റ് പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴികെ ബാക്കി ക്ഷേത്രങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കവനൻറ്റിൽ പറയുന്നുണ്ട് ഇത് നേരിട്ട് ഗവൺമെൻറ് നടത്താൻ പാടില്ല, ഇതിനു വേണ്ടി ഭക്തന്മാരുടേതായിട്ടുള്ള വിശ്വാസികളുടേതായിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടാവണം, ആ ബോർഡിനായിരിക്കണം പരമാധികാരം, അത് വിശ്വാസികളായിരിക്കണം ബോർഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് നേരിട്ട് ഭരണത്തിൽ ഇടപെടാൻ പാടില്ല. അത് ശരിയുമാണ്, ഗവൺമെൻറ് നേരിട്ട് ഭരണത്തിൽ ഇടപെടുന്നില്ല. ഈ പിന്നീട് ബോർഡംഗങ്ങളെ നിയമിക്കുന്നതിൻ്റെ ഒരധികാരം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതിലൂടെ മാത്രമല്ലേ ഗവൺമെൻറ് ഇതിനകത്തൊരു സ്വാധീനമുള്ളൂ. അല്ലാതെ ബോർഡിൻ്റെ ദൈനംദിന ഭരണത്തിലൊന്നും ഗവൺമെൻറ് ഇടപെടുന്നില്ല. ഇവർ വലിയ പ്രചാരണം നടക്കുന്നുണ്ടായിരുന്ന ഇടയ്ക്ക്, എന്താണ് അവിടുന്ന് പത്മനാഭസ്വാമി ഇവിടുന്ന് കിട്ടുന്ന പൈസ എല്ലാം കൊണ്ട് വേറെ പലതിനും കൊടുക്കുകയാണ്. അത് ധ്രുവീകരണം ഉണ്ടാവാനും ആശയക്കുഴപ്പമുണ്ടാക്കാനുമായിട്ട് ഗവൺമെൻറ് ദേവസ്വം ബോർഡിൻ്റെ 10 പൈസ പോലും തൊടാൻ സാധ്യവുമല്ല. എന്തിന്? ദേവസ്വം ബോർഡിന് തന്നെ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന പൈസ എടുക്കാൻ സാധ്യമല്ല, കോടതി പറയണം. അല്ല, പലിശ മാത്രം എടുത്തിട്ട് കാര്യങ്ങൾ നടത്താൻ അനുവാദമുള്ളൂ. അത്രയും നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് ഭക്തന്മാർ കൊണ്ടെടുത്ത പൈസ മുഴുവൻ എടുത്ത് വേറെ ആളുകൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന വളരെ ഒരു ദുഷ്പ്രചരണമാണ്. ഇൻഫാക്റ്റ് ഗവൺമെൻറ് അങ്ങോട്ടാണ് കാശ് കൊടുക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ഈ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള കമ്മിറ്റി വന്നപ്പോൾ അന്ന് ഞാൻ സർക്കാരിലിരിക്കുന്ന കാലമായതുകൊണ്ട് ഞാനാണ് ആദ്യമായിട്ടൊരു
ബജറ്റ് ഹെഡ് ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അന്ന് നമ്മൾ ഗവൺമെൻറ്റിനകത്തിരിക്കുകയല്ലേ, സാമാന്യം ഉയർന്ന ഒരു തലത്തിലിരുന്നത് കൊണ്ട് ഞാനാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അല്ല ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതും 10 കോടി രൂപയോ മറ്റോ ആദ്യം വയ്ക്കുന്നത്. അതെന്തിനാണ്? ഒൺലി ഫോർ മാസ്റ്റർ പ്ലാൻ. ശബരിമലയ്ക്ക് അങ്ങോട്ട് പൈസ ഒന്നും കൊടുക്കുന്നില്ല, അങ്ങോട്ട് കൊടുക്കുന്നില്ല, ഇങ്ങോട്ട് എടുക്കുന്നുമില്ല. ബാങ്ക് കിട്ടുന്ന പൈസ കൃത്യമായിട്ട് കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടോണം, അതിൻ്റെ പലിശ കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊള്ളണമെന്നാണ്. FD പൊട്ടിക്കണമെങ്കിൽ വരെ കോടതി അറിയണം. അന്ന് പിന്നെ അത് വളരെ അക്കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ചുമ്മാ അതൊക്കെ വെറുതെ പിന്നെ എണ്ണുന്ന വല്ലതും എടുത്ത് ചെവിയുടെ ഇടയിൽ അങ്ങനെ വെച്ചൊന്നിരിക്കാൻ അതൊക്കെ പരിശോധിച്ചിട്ടാണ് കയറ്റുന്നത്. അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കള്ളങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ബൾക്കായിട്ട് കിട്ടുന്നത് മുഴുവൻ ബാങ്കിലിടുക എന്നുള്ളത് തന്നെയാണ്. കുറച്ചെടുക്കും മുന്നോട്ട്. കാരണം ദേവസ്വത്തിൻ്റെ ബോർഡിൻ്റെ വരുമാനത്തിൻ്റെ എനിക്ക് തോന്നുന്ന സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് എന്ന് പറയുന്നത് ഈ അന്നദാന പ്രഭുവായിട്ടുള്ള അയ്യപ്പൻ കൊടുക്കുന്നത് തന്നെയാണ്. പിന്നെ 4, 5, 10 ക്ഷേത്രങ്ങൾക്ക് താഴെ ഉള്ളൂ എന്തെങ്കിലും വരുമാനമുള്ളത്. ചെട്ടിക്കുളങ്ങര, മലയാലപ്പുഴ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്ഷേത്രങ്ങൾക്കേ ഉള്ളൂ അത് നടത്തിക്കൊണ്ട് പോകാൻ. ബാക്കി ക്ഷേത്രങ്ങൾ ഈ ജീവനക്കാർക്ക് ശമ്പളം എല്ലാം ഇവിടുന്ന് തന്നെയല്ലേ വരുന്നത്. അന്നദാന പ്രഭു തന്നെയാണ്. ശബരിമലയിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് ബോർഡിൻ്റെ ഏറ്റവും വലിയ വരുമാനം. ദേവസ്വം ബോർഡിൻ്റെ ട്രാവൻകൂർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് വേറെ, മലബാർ ദേവസ്വം ബോർഡ്, 3 ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ മഹാരാജാവ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ ക്ഷേത്രങ്ങൾ പിന്നീട് ഏറ്റെടുത്ത ക്ഷേത്രങ്ങൾ. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഇവരെന്തിനായിരിക്കും വിശ്വാസികളായിട്ടുള്ള നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ പച്ച നുണ പറയുന്നത്? അയ്യപ്പനിൽ വിശ്വാസമുള്ളവർ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നുണ പറയാൻ പാടുണ്ടോ? അവിടെയാണ് ഇവരുടെ ഉള്ളിലുള്ള ഒരു പ്രധാനപ്പെട്ട വാചകം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. അതിന് അയ്യപ്പനെന്ന് നമ്മുടെ ഒരു പ്രശ്നമില്ല. അതാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവരുടെയൊക്കെ സ്വന്തം ആളാണ്. പോറ്റി, തന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ സ്വന്തം ആളാണല്ലോ. അവരടിച്ചുകൊണ്ട് പോയ കാര്യത്തിന് ബാക്കിയുള്ളവരെ കൂടി ഇരയാക്കുകയാണ്. ഇതിലിപ്പോൾ ഒപ്പിട്ടതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചിലർക്ക് കൃത്യമായിട്ട് ഇരുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് മോണിറ്റർ ചെയ്യാത്തതിൻ്റെ പ്രശ്നമൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നേരിടുന്നത്. അതിനപ്പുറത്തേക്ക് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയത് ആരെന്ന് ചോദിച്ചാൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിൻ്റെ വിഹിതം കിട്ടിയിട്ടുള്ള ആരെന്ന് ചോദിച്ചാൽ അവരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദേവസ്വം ജീവനക്കാർക്കാണ്. അതൊക്കെ വസ്തുത പുറത്തു വരാൻ പോകുന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ഊഹാപോഹങ്ങളും കള്ളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരെന്ന് പറഞ്ഞാൽ അയ്യപ്പനെ വെച്ചിട്ട് സുവർണാവസരം കളിക്കുന്നവരാണ് ഈ പറയുന്ന സംഘികളും ഒപ്പം തന്നെ അവർക്ക് ചുറ്റാകെ നിൽക്കുന്നവർക്ക്. വിശ്വാസമുള്ളവർക്ക് വസ്തുതകൾ പറയാം. കാര്യം ഒരു സംഭവം നടന്നു, പക്ഷെ അതിനപ്പുറത്തേക്ക് നുണ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? അത് ദുരുദ്ദേശമാണ്. ദൈവത്തിൻ്റെ കാര്യത്തിൽ പോലും കള്ളം പറയാൻ മടിയില്ലാത്തവർ. കാര്യം കമ്മ്യൂണിസ്റ്റുകൾ ദൈവവിശ്വാസികളല്ല എന്നാണ് ഇവർ പറയുന്നത്. അമ്പലം വിഴുങ്ങികളായിട്ടുള്ളവരാണല്ലോ അവിടുത്തെ സ്വർണത്തെയും വരുമാനത്തെയും കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം എടുത്താൽ ഇതുവരെ ശബരിമലയ്ക്കകത്ത് അദ്ദേഹം പ്രവേശിച്ചിട്ടില്ല. അവിടെ എന്തുണ്ടെന്നോ അത് എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും TV കണ്ട അനുഭവം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വ്യക്തിയാണ് അവിടുത്തെ സ്വർണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചത്. ഇവർ ആ സ്വർണ്ണം എടുക്കാനൊക്കെ കൂട്ടുനിന്നു എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ അമ്പലം വിഴുങ്ങിയായിട്ടുള്ള പോറ്റിമാരെ കൊണ്ടു നടക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ പോറ്റിമാർ യോഗക്ഷേമ സഭ തുടങ്ങി ബ്രാഹ്മണ്യത്തെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരാരാണ്? അവരെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്ന ആരാണ്? ആരോടായിരിക്കും അപ്പോൾ ഇവർക്ക് കൂറുണ്ടാവുക? ഇവിടെയുണ്ട് ഉത്തരം. അത് ജയകുമാർ സാർ വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ശബരിമലയിലെ ഒരു തരി വരുമാനമെടുക്കാനോ സർക്കാരുകൾക്ക് കഴിയില്ല, ദേവസ്വം ബോർഡിന് കഴിയില്ല. പക്ഷേ ഇതിനെ അടിച്ചുകൊണ്ട് പോകുന്ന വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ അവരെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങൾ നേരെ ചെന്നാൽ അത് ദേവസ്വം ബോർഡിലേക്ക് ചെല്ലും. ദേവസ്വം ബോർഡിലെ ഭൂരിപക്ഷം നിയമങ്ങളും ആരാണ്? പേരിനൊപ്പം വാലുള്ള സവർണന്മാരാണ്. അവരും ഈ പറയുന്ന പോറ്റി വാലുള്ളവരും തിരുമേനിമാരെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഈ കൊള്ള, ആ കൊള്ളയെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിച്ച് അത് സർക്കാരിനെതിരെയാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അയ്യപ്പൻ്റെ പേരിൽ കച്ചവടം നടത്തുന്നവരാണോ, വോട്ട് തട്ടിക്കാൻ ശ്രമിക്കുന്നവരാണോ, രാഷ്ട്രീയ കള്ളന്മാരാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിച്ച് ബോധ്യപ്പെടാം. അതിനുവേണ്ടിയാണ് ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയുടെ പ്രതികരണം ഈ രീതിയിൽ നിങ്ങളെ കേൾപ്പിച്ചത്.